സോ അടുത്തത് നമ്മളെ 5th വീഡിയോ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത നോൺ കൺവെൻഷണൽ ആണ്. അപ്പോൾ നമുക്കറിയാം നോൺ കൺവെൻഷണൽ ബേസിക്കലി നമ്മൾ പോകുമ്പോൾ എന്തായിരിക്കും നോക്കുക, റിന്യൂവബിൾ ആയിട്ടുള്ള സോഴ്സസിനായിരിക്കും നോക്കുക. കാര്യം മറ്റേതൊക്കെ ഡിപ്ലീറ്റ് ചെയ്ത് പോവുകയാണ്. ഇപ്പോൾ റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, എനർജി സപ്ലൈസ് ദാറ്റ് ആർ റീഫിൽഡ് ബൈ നാച്ചുറൽ പ്രോസസ് ആസ് ഫാസ്റ്റ് ആസ് വി യൂസ് ദം. നമ്മൾ ഉപയോഗിക്കുന്നതും പിന്നെ അത് റിപ്ലനിഷ് ചെയ്ത് നേച്ചറിനെ റിപ്ലനിഷ് ചെയ്യുന്നതിനാണ് റിന്യൂവബിൾ സോഴ്സസ് ആയി പറയുന്നത്. ഈ എല്ലാ റിന്യൂവബിൾ എനർജിയും അൾട്ടിമേറ്റ്ലി കംസ് ഫ്രം സൺ. എക്സാമ്പിൾ ആരൊക്കെ, സോളാർ, ടൈഡൽ, വേവ്, ബയോമാസ്, ജിയോ തെർമൽ എക്സെട്ര ആണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സോളാറും വിൻഡുമാണ്. അപ്പോൾ നമുക്ക് സോളാർ പവർ നോക്കാം. അപ്പോൾ റേഡിയേഷൻസ് ദാറ്റ് ആർ യൂട്ടിലൈസ് ഫോർ ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഇൻക്ലൂഡ്, നമുക്ക് ബോത്ത് വിസിബിളും ഉണ്ട് ഇൻഫ്രാറെഡും ഉണ്ട്. നമുക്ക് എത്രയോ അധികം സണ്ണിന്റെ എനർജി വരുന്നുണ്ടെങ്കിലും അതിന്റെ ഒരു ചെറിയ ശതമാനം മാത്രമേ നമ്മൾ ശരിക്കും ഹാർനസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് രണ്ട് രീതിയിലാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് സണ്ണിന്റെ ഹീറ്റ്, തെർമൽ, സോളാർ തെർമൽ എന്ന് പറയും. മറ്റേത് ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ് വെച്ചിട്ട്, അതായത് ലൈറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിസിറ്റി. ഫോട്ടോ വോൾട്ടായിക്, ഫോട്ടോ മീൻസ് ലൈറ്റ്, വോൾട്ടായിക് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലായിട്ട് കൺവേർട്ട് ചെയ്യണം. ഇനി സോളാർ തെർമലില് ഹീറ്റ് എനർജി റേഡിയേറ്റഡ് ഫ്രം സൺ ഈസ് ഫോക്കസ്ഡ്. ഒരു വലിയ കുറെ സോളാർ റിഫ്ലക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് ഒരു ചെറിയ ഏരിയക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ അവിടെ വളരെയധികം ചൂട് കൂടുകയും ആ ചൂട് വെച്ചിട്ട് സ്റ്റീം ഉണ്ടാക്കിയിട്ട് ആ സ്റ്റീം വെച്ചിട്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ സോളാർ തെർമൽ എന്ന് പറയുന്നത്. അപ്പോൾ റിഫ്ലക്ടേഴ്സ് ഓൺ എ സ്മോൾ ഏരിയ കോൾഡ് സോളാർ തെർമൽ കളക്ടേഴ്സ്. യൂസിംഗ് ദിസ് ഹീറ്റ് സ്റ്റീം ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഹെൻസ് ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ്. ആൻഡ് യൂസിംഗ് സ്റ്റീം ടർബൈൻ ഓൾട്ടർനേറ്റർ കോമ്പിനേഷൻ വി ജനറേറ്റ് ഇലക്ട്രിസിറ്റി. അതാണ് സോളാർ തെർമൽ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു പിക്ചറാണ് ഈ കാണിക്കുന്നത്. അപ്പൊ എങ്ങനെയാ നോക്കിയേ, സണ്ണാണ് അൾട്ടിമേറ്റ് സോഴ്സ്. സണ്ണിന്റെ റേഡിയേഷൻ ഇവിടെ വീഴുന്നു. നമുക്ക് കുറെ ഹീലിയോസ്റ്റാറ്റ്സ് ഉണ്ട്, ദേ ആർ യൂഷ്വലി റിഫ്ലക്ടേഴ്സ്. ആ റിഫ്ലക്ടേഴ്സ് എല്ലാം കൂടിയും ഇതിന് ഒരൊറ്റ പോയിന്റ് റിസീവറിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു ഹീറ്റിന്. ഈ റിസീവറിലോട്ടാണ് നമുക്ക് എന്ത് വരുന്നത്, വാട്ടർ വരുന്നത്. അപ്പോൾ വാട്ടർ എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ഇവിടെ നമ്മളൊരു ടർബൈൻ ജനറേറ്റർ, ടർബോ ജനറേറ്റർ കോമ്പിനേഷൻ ആണ് ഉള്ളത്. ഈ ടർബൈനിൽ വരുന്ന സ്റ്റീമിന് നമ്മൾ ആ ഫീഡ് വാട്ടർ എന്നാ പറയാ. അതിനെ നമ്മൾ എന്താക്കും, കണ്ടൻസ് ചെയ്ത് കഴിഞ്ഞാലാണല്ലോ വാട്ടർ ഉണ്ടാവണേ. ആ വാട്ടറിനെ നമ്മൾ എന്തേക്ക് റിസീവറിലോട്ട് അയക്കും. റിസീവറിലോട്ട് അയക്കുമ്പോൾ ഈ ഹീറ്റ് കാരണം ആ വാട്ടർ വിൽ ബിക്കം സ്റ്റീം. എന്നിട്ട് ആ സ്റ്റീം, ഹൈ പ്രഷറുള്ള ഹൈ എഫിഷ്യന്റ് സ്റ്റീം ഈ സ്റ്റീം ഡ്രമ്മിലോട്ട് വരും. ആ സ്റ്റീം ഡ്രമ്മിന്ന് സ്റ്റീം ടർബൈനിൽ പോയി ഇടിക്കുന്നു. ടർബൈനിന്റെ ബ്ലേഡ്സ് റൊട്ടേറ്റ് ചെയ്യുന്നു. അത് കാരണം ജനറേറ്ററിന്റെ റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നു. ഇൻ എ ഫീൽഡ് അത് കാരണം ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്നു. ബാക്കിയുള്ള വെള്ളം എഗെയിൻ കണ്ടൻസ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നു. അപ്പൊ ഈ പ്രോസസ്സിനെയാണ് സോളാർ തെർമൽ എന്ന് പറയുന്നത്. അടുത്ത സോളാർ ഫോട്ടോവോൾട്ടായിക് ആണ്. അപ്പോൾ ഫോട്ടോവോൾട്ടായിക് എന്ന് പറയുമ്പോൾ അവിടെ വിസിബിൾ ലൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്, കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിസിറ്റി ബൈ സോളാർ സെൽസ് യൂഷ്വലി മേഡ് അപ്പ് ഓഫ് സിലിക്കൺ. അപ്പൊ നമുക്കറിയാം ഈ സോളാർ റേഡിയേഷൻസ്, അയണൈസ്ഡ് ആയിട്ടുള്ള സോളാർ റേഡിയേഷൻ ഒരു സെമി കണ്ടക്ടർ ഡയോഡിൽ ഫോളോ ചെയ്യുമ്പോൾ എനർജി കൺവേർഷൻ നടക്കുന്നുണ്ട്. അതിനാണ് ഫോട്ടോ വോൾട്ടായിക് എഫക്ട് എന്ന് പറയുന്നത്. യൂഷ്വലി അവിടെ ഒരു വോൾട്ടേജ് ഓഫ് ചെറിയ എന്താ, AC ആണോ DC ആണോ സോളാർ സെല്ലിൽ നിന്ന് ഉണ്ടാവുന്നത്, DC ആണ്. അപ്പോൾ വിത്ത് വോൾട്ടേജ് ഒരു സോളാർ സെല്ലിൽ നിന്ന് ഏകദേശം ഉണ്ടാവുന്നത് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് 0.5 to 1 volt DC ആണ്. അപ്പൊ അങ്ങനത്തെ കുറേ സെൽസ് ഒരു സീരീസ്, ഒരു പെർട്ടിക്കുലർ കോമ്പിനേഷനിൽ കണക്ട് ചെയ്തിട്ട് അത് അതിനൊക്കെ നല്ല രീതിയിൽ ലാമിനേറ്റ് ചെയ്ത് വരുന്നതാണ് നമ്മൾ സോളാർ മോഡ്യൂൾ എന്ന് പറയുന്നത്. അങ്ങനെ കുറേ അറേ ഓഫ് സഫിഷ്യന്റ് നമ്പർ ഓഫ് മോഡ്യൂൾസ് ആണ് നമുക്ക് അവിടെ നിന്നാണ് നമുക്ക് കുറെ എന്താണ് ഒരു ഒന്നിന്ന് ഇത്രയും കിട്ടുകയാണെങ്കിൽ 0.5 to 1 volt DC കിട്ടുകയാണെങ്കിൽ നമ്മൾ ഒരു അറേ ഓഫ് സോളാർ അറേ എടുക്കുന്നുണ്ട്. അതാണ് നമ്മൾ സോളാർ ഫോട്ടോ വോൾട്ടായിക് കുറെ പാനൽസ് ഇങ്ങനെ വെക്കുന്നതാണ് സോളാർ അറേ. അപ്പൊ അതിന് നമുക്ക് കുറെ DC വോൾട്ടേജ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ടു കണക്ട് ദ സോളാർ ഫോട്ടോ വോൾട്ടേജ് സിസ്റ്റം DC വോൾട്ടേജ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു, നമുക്കിപ്പോൾ DC എന്ന് പറയുന്നത് നമുക്ക് ബാറ്ററി സ്റ്റോറേജിന് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഡേ ടു ഡേ പർപ്പസിനൊക്കെ നമുക്ക് വേണ്ടത് AC ആണ്. അപ്പൊ അതിന് നമുക്ക് എന്ത് വേണം, ഈ നീഡ് ഒരു ഇൻവെർട്ടർ വേണം. അതായത് DC ടു AC ആക്കുന്ന ഒരു ഇൻവെർട്ടർ നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ സ്കീമാറ്റിക് ഒന്ന് നോക്കാം. സണ്ണിന്ന് നമ്മളുടെ വിസിബിൾ ലൈറ്റ് ഈ സോളാർ PV ഇതിലോട്ട് അറയിലോട്ട് വരുന്നു. അത് കാരണം നമുക്ക് എന്തുണ്ടാവുന്നു, DC കറണ്ട് ഉണ്ടാവുന്നു. DC കറണ്ട് നമുക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, നേരെ ഇൻവെർട്ടർ വെച്ചിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് AC ആക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ചിലപ്പോൾ നമുക്ക് അധികമായിട്ടുള്ള പിന്നെ DC കറണ്ട് ഉണ്ടാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അത് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യേണ്ട പ്രൊവിഷൻ ഉണ്ടാവും. കാര്യം എല്ലാ ടൈമും നമുക്ക് സോളാർ അവൈലബിൾ ആയിരിക്കില്ല. അപ്പൊ പിന്നെ സ്റ്റോർഡ് ബാറ്ററിയിൽ സ്റ്റോർഡ് ചെയ്ത DC ആയിരിക്കും നമ്മൾ പിന്നെ ഇൻവെർട്ടർ വഴി AC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് അറ്റ് ദ ടൈം ഓഫ് ഡിഫറെന്റ് ലോഡ്സ്.
അപ്പൊ അതിന് നമുക്ക് ഈ ബാറ്ററി ചാർജിങ്ങിനും ഡിസ്ചാർജിങ്ങിനാണ് ചാർജ് കൺട്രോളർ. ബാറ്ററി ഫുള്ള് ചാർജ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് കൊടുക്കുന്നതിൽ കാര്യമില്ല. അപ്പൊ അതിനാണ് നമുക്കൊരു ചാർജ് കൺട്രോളർ വെക്കുന്നത്. ഇപ്പൊ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് DC-ന്ന് ഒന്നെങ്കിൽ ഡയറക്ട്ലി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബാറ്ററിന്ന് യൂസ് ചെയ്തിട്ട് DC-നെ AC ആക്കാൻ ഇൻവെർട്ടർ യൂസ് ചെയ്യുന്നു. AC ഡിഫറെന്റ് പവർ കൺസംഷന് യൂസ് ചെയ്യുന്നു. ഇതിനാണ് നമ്മൾ ഫോട്ടോ വോൾട്ടായിക് എന്ന് പറഞ്ഞത്. അപ്പൊ ഫോട്ടോ തെർമലും ഫോട്ടോ വോൾട്ടായിക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അടുത്തത് വരുന്നതാണ് വിൻഡ്. അത് വേഗം പറഞ്ഞേക്കാം. ഇപ്പൊ വിൻഡ് എനർജി ജനറേഷൻ അഗെയിൻ നമുക്ക് വിൻഡ് ഉണ്ടാവാനുള്ള റീസൺ അഗെയിൻ എന്താണ്? സണ്ണാണ്. കാര്യം ഇറഗുലർ ഹീറ്റിംഗ് ഓഫ് അറ്റ്മോസ്ഫിയർ ബൈ സണ്ണ് കാരണമാണ് നമുക്ക് എർത്ത് സർഫസിൽ ചൂട് മാറി വരുന്നത് കാരണം വിൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് റൊട്ടേഷൻ ഓഫ് എർത്ത് കാരണമാണ് നമുക്ക് അവിടെ വിൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ വിൻഡ് എന്ന് പറയുമ്പോൾ അഗെയിൻ ഇറ്റ് ഇസ് സീസണൽ ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ടൈം ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എന്താണ് ഒരു സ്ഥലത്തിന്റെ ഫാക്ടർ ഒക്കെ വെച്ചിട്ടാണ് നമുക്ക് വിൻഡ് എനർജി. അപ്പോൾ വിൻഡ് ടർബൈൻ അല്ലെങ്കിൽ എനർജി ജനറേഷൻ നോക്കുമ്പോൾ എപ്പോഴും വിൻഡ് അവൈലബിലിറ്റി നോക്കിയിട്ടാണ് വെക്കുക. നമുക്ക് ഇവിടെ വെക്കുമ്പോൾ ഉള്ള ജനറേഷൻ ആയിരിക്കില്ല നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കഞ്ചിക്കോടോ അങ്ങനെയൊക്കെ വെക്കുമ്പോൾ രാമക്കൽമേടൊക്കെ. അപ്പോൾ വിൻഡിന്റെ അവൈലബിലിറ്റി നോക്കിയിട്ട് വേണം ടർബൈൻസ് അവിടെ ഇറക്ട് ചെയ്യാൻ. ഇപ്പൊ വിൻഡ് ടർബൈൻ ബേസിക്കലി എന്താ ചെയ്യുക? കൈനറ്റിക് എനർജി ഓഫ് വിൻഡ് ഇൻടു മെക്കാനിക്കൽ പവർ അല്ലെ. വിൻഡ് ടർബൈന്റെ ബ്ലേഡ്സ് കറങ്ങുകയും അത് ടർബൈനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ യൂസ് ചെയ്യിക്കും. അത് വെച്ചിട്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് വിൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മെക്കാനിക്കൽ എനർജി ഈസ് യൂസ്ഡ് ഫോർ സ്പെസിഫിക്കലി ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. ഇപ്പൊ മെക്കാനിക്കൽ പവർ ഇൻടു ഇലക്ട്രിസിറ്റി ആണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ രണ്ട് ടൈപ്പ് ഓഫ് വിൻഡ് ടർബൈൻ ഉണ്ട്. ഹൊറിസോണ്ടൽ ആക്സിസും വെർട്ടിക്കൽ ആക്സിസും വിൻഡ് മിൽസ്. അപ്പം ഇതാണ് എക്സാമ്പിൾ. ഇപ്പൊ ഇവിടെ കാണുന്നത് എന്ന് പറയുന്നത് ഇത് ഹൊറിസോണ്ടൽ ആക്സിസ്. അതിന്റെ ആക്സിസ് എങ്ങനെയാ? ഹൊറിസോണ്ടലി ആണ്. എക്സ് ആക്സിസിന് പാരലൽ ആണ്. ഇതിന്റെ ആക്സിസ് എങ്ങനെയാ? വൈ ആക്സിസിന് പാരലൽ ആണ്. സോ ദിസ് ഇസ് വൈ ആക്സിസ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ആക്സിസ്. ദിസ് ഈസ് എക്സ് ആക്സിസ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആക്സിസ്. നമ്മൾ ജനറലി കണ്ടുവരുന്ന ഹൊറിസോണ്ടൽ ആക്സിസ് വിൻഡ് മിൽസ് ആണ് നമ്മൾ കാണുന്നത്. ഇതും അവൈലബിൾ ആണ്. പക്ഷെ മോസ്റ്റ് കോമൺലി കാണുന്നത് ഈ ടൈപ്പ് ആണ്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഇൻ ഹൊറിസോണ്ടൽ ആക്സിസ് വിൻഡ് മിൽ ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഓഫ് ദ മെഷീൻ ഇസ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് ദ വിൻഡ്. അപ്പൊ വിൻഡ് സാധാരണ എങ്ങനെയാ വരിക? ഇങ്ങനെയാ വരിക അല്ലെ. ആ ഡയറക്ഷൻ ഓഫ് ആ വിൻഡിന്റെ ഡയറക്ഷന് പാരലൽ ആയിട്ടായിരിക്കും ആക്സിസ് ഓഫ് റൊട്ടേഷൻ വരിക. മറ്റേത് എങ്ങനെയാ വരിക? ഇൻ വെർട്ടിക്കൽ ആക്സിസ് വിൻഡ് മിൽ റൊട്ടേഷൻ ഇസ് പെർപെൻഡിക്കുലർ ടു ഡയറക്ഷൻ ഓഫ് ആക്സിസ് ഓഫ് മിൽ. വിൻഡ് ഇങ്ങനെ വരുന്നു, ഇങ്ങനെയാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ, ഇങ്ങനെയാ കറങ്ങാം. അപ്പോൾ ഇതാണ് വെർട്ടിക്കൽ ആക്സിസ്, ഇതാണ് ഹൊറിസോണ്ടൽ ആക്സിസ്. പിന്നെ നമുക്ക് നോക്കാം. വിൻഡ് ഇലക്ട്രിക് ജനറേറ്റർ കൺസിസ്റ്റ് ഓഫ്, നമുക്ക് എന്തായാലും എന്ത് വേണം? യുനീഡ് ടർബൈൻ വേണം. പിന്നെ ഒരു ഗിയറിംഗ് സിസ്റ്റം വേണം. ഗിയറിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും വിൻഡിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സ്പീഡിലല്ല, അത് വേരി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ലോഡിനെ മാച്ച് ചെയ്ത് വരുന്ന സ്പീഡാക്കാൻ വേണ്ടിയിട്ട് യു റിക്വയർ എ ഗിയറിംഗ് സിസ്റ്റം. അതിന് തന്നെ വേണ്ടിയിട്ട് നമുക്കൊരു കൺട്രോൾ മെക്കാനിസം വേണം. പിന്നെ ആസ് യൂഷ്വൽ യു റിക്വയർ എ ജനറേറ്റർ. ടർബൈൻ ജനറേറ്റർ കോമ്പിനേഷൻ ഉണ്ടാണെങ്കിലാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാവുക. അപ്പൊ ദ സ്പീഡ് ചേഞ്ചിങ് ഗിയർ ബോക്സ് കപ്പിൾസ് ദ ടർബൈൻ അല്ലെ. ടർബൈനിലോട്ടാണ് ഗിയർ ബോക്സ് കണക്ട് ചെയ്യേണ്ടത്. എന്തിനാണ്? സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ. എന്നിട്ട് അത് ജനറേറ്ററിലോട്ട് കൊടുക്കണം. ഫംഗ്ഷൻ ഓഫ് ദ ഗിയർ ബോക്സ് ഇസ് ടു ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് ദ ടർബൈൻ ബ്ലേഡ്സ് ടു മാച്ച് ദ റിക്വയർഡ് ജനറേറ്റർ സ്പീഡ്. ഒരു ജനറേറ്റർ ഇത്ര റേറ്റഡ് സ്പീഡിനുള്ള ജനറേറ്റർ ആയിരിക്കും. അപ്പൊ അതിന് കോയിൻസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഗിയർ ബോക്സ്. ആസ് എയർ പാസസ് ദ ടവർ ഇറ്റ് ഡ്രൈവ്സ് ദ വിൻഡ് ടർബൈൻ ആൻഡ് ദെൻ ജനറേറ്റ്സ് ഇലക്ട്രിക്കൽ എനർജി. അപ്പൊ ഇത്രയാണ് ഉള്ളത്. പിന്നെ ഇതിന്റെ ഒരു സ്കീമാറ്റിക് ലേ ഔട്ട് നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഷെയർ ചെയ്യുമ്പോൾ ഒന്നുകൂടി കാണിച്ചു തരാം, അല്ലെങ്കിൽ ഫോട്ടോ ഇട്ട് തരാം. അത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇലക്ട്രിക്കൽ എനർജി ജനറേഷൻ പാർട്ട്. ഇനി അടുത്തത് എക്കണോമിക്സ് ഓഫ് പവർ ജനറേഷൻ ആണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പൊ നാളെ നിങ്ങൾ ചെയ്യേണ്ട എന്താ വെച്ചാൽ ഇത്രയുമുള്ള വീഡിയോസ് നിങ്ങൾ നോക്കി വെക്കുക. ഇത്രയും ഭാഗം ഞാൻ ഡിസ്കസ് ചെയ്യില്ല, വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കേട്ടാലും ആ PPT വെച്ചിട്ട് പഠിക്കാനുള്ളേ ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ് നമ്മൾ ഓൺലൈൻ ക്ലാസ് ആണ്. അത് നമുക്ക് എക്കണോമിക്സ് ഓഫ് പവർ ജനറേഷൻ നോക്കാം. ഓക്കെ.